ഇന്ന് നമുക്ക് ഒരു ചിക്കൻ പെന്നി പാസ്ത തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ വെള്ളത്തിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഈ പാസ്ത അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പാസ്ത വെന്തോന്ന് നോക്കാം. ഇത് എടുത്തിട്ട് ഒന്ന് മുറിച്ച് നോക്കിയാൽ മതി. ഒരു സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇപ്പോൾ പാസ്ത നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുത്തിട്ട് തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ചിക്കൻ ചേർത്തിട്ടുള്ള പെന്നി പാസ്തയാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഓയിലിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ പാപ്രിക്ക ചേർക്കാം. ഇനി പാപ്രിക്ക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഒരു ടീസ്പൂൺ ഡ്രൈഡ് ബാസിൽ ലീവ്സും 1 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സും കൂടെ ചേർക്കാം. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ പ്യൂരി ആക്കിയത് ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 150 ഗ്രാം ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 കപ്പ് പാർമെസാൻ ചീസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്രീം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാസ്ത ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ചീസ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീമി ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.